തായ്വാൻ കടലിടുക്കിൽ യുദ്ധകാഹളം മുഴങ്ങുകയാണോ? അതിർത്തിയിൽ ചൈന നടത്തുന്ന വൻ സൈനിക അഭ്യാസങ്ങൾ വെറുമൊരു ശക്തി പ്രകടനമല്ല, മറിച്ച് ഒരു അധിനിവേശത്തിന്റെ തുടക്കമാണോ എന്ന ഭീതിയിലാണ് ലോകം. എന്നാൽ ചൈനയുടെ ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഒരു ശക്തമായ ചുവപ്പ് രേഖ വരച്ചിരിക്കുകയാണ്, ഒരു ഡെഡ് ലൈൻ വരച്ചിരിക്കുകയാണ്. ബീജിംഗിന്റെ സൈനിക ഭീഷണി ഇനി വച്ചുപൊറുപ്പിക്കില്ല എന്ന കർശന മുന്നറിയിപ്പാണ് വാഷിംഗ്ടൺ നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് മിഷൻ 2025 എന്ന പേരിൽ ചൈന തായ്വാന് ചുറ്റും നടത്തിയ സൈനികാഭ്യാസം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വിമാനങ്ങളും കപ്പലുകളും എയർ ബലൂണുകളും ഉപയോഗിച്ച് തായ്വാനെ വരിഞ്ഞു മുറുക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. ഇതിനെതിരെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് തുറന്നടിച്ചു. അനാവശ്യമായ പ്രകോപനങ്ങൾ അവസാനിപ്പിക്കുക, സംയമനം പാലിക്കുക. തായ്വാൻ കടലിടുക്കിലെ സമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക നോക്കി നിൽക്കില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു. എന്താണ് ചൈനയെ ചൊടിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പരിശോധിക്കാൻ പോകുന്നത്. അതായത് തായ്വാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം, അങ്ങനെ ഒരു ആശയത്തെ തകർക്കാനാണ് തങ്ങളുടെ നീക്കമെന്നാണ് ചൈനീസ് വാദം. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തായ്വാന്റെ അതിർത്തിക്ക് തൊട്ടടുത്തായി 27 റോക്കറ്റുകളാണ് ചൈന വിക്ഷേപിച്ചത്. ഇതിൽ 10 തായ്വാന്റെ തീരത്ത് നിന്ന് വെറും 24 നോട്ടിക്കൽ മൈൽ അകലെയാണ് വന്ന് പതിച്ചത്. ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ചൈനീസ് മിസൈലുകൾ തായ്വാന്റെ ഇത്ര അടുത്ത് പതിക്കുന്നത്. ഈ വിഷയം വെറുമൊരു പ്രാദേശിക തർക്കമല്ല. തായ്വാൻ കടലിടുക്കിലെ അസ്ഥിരത ആഗോള സുരക്ഷയെയും സാമ്പത്തിക വ്യവസ്ഥയും ഒക്കെ ബാധിക്കുമെന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രമുഖ ശക്തികളെല്ലാം തന്നെ ചൈനയുടെ നീക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ബലപ്രയോഗത്തിലൂടെ നിലവിലെ സ്ഥിതിഗതികൾ മാറ്റാനുള്ള ചൈനയുടെ ഏകപക്ഷീയമായ ശ്രമം ഇൻഡോ പസഫിക് മേഖലയെ കലുഷിതമാക്കും. ചൈനയുടെ നാവിക കപ്പലുകളും വിമാനങ്ങളും എയർ ബലൂണുകളും ഇപ്പോഴും തായ്വാൻ അതിർത്തിയിൽ ചുറ്റിക്കറങ്ങുകയാണ്. തായ്വാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയുടെ മുന്നറിയിപ്പ് ചൈന അവഗണിക്കുമോ അതോ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. എന്തു തന്നെ ആയാലും പസഫിക് മേഖലയിൽ സമാധാനം എന്നത് ഇപ്പോൾ ഒരു നൂൽപാലത്തിലാണ് എന്ന് പറയാതെ വയ്യ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.